ഒരു അവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ പാതി വഴിയിൽ നിന്ന് പോയ പഠനം പുനരാരംഭിക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ. വെറും 6 മാസം കൊണ്ട് നിങ്ങൾക്കും നേടാം SSLC +2 തോറ്റവർക്ക് തോറ്റ വിഷയങ്ങൾ എഴുതിയെടുക്കാവുന്നതാണ്. PSC UPSC അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ, സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബാച്ചുകൾ, ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകളുടെ സൗകര്യവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ, NSS കോളേജ് റോഡ്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്ഷൻ C ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലീഷിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്ഷൻ C പാർട്ട് Aയിൽ. അപ്പോൾ സെക്ഷൻ C എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രാമർ പാർട്ടാണല്ലേ നമുക്ക് വരുന്നത്. ഗ്രാമർ പാർട്ടിലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ Cയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം അല്ലേ. ചൂസ് ദി കറക്റ്റ് ആൾട്ടർനേറ്റീവ്സ് എനി വൺ. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എഴുതിയാൽ മതി. ആദ്യത്തത് എന്താണ്? ഒരു സെൻറ്റൻസ് ഉണ്ട്, അതിനകത്ത് നമ്മൾ കറക്റ്റ് ആ ടെൻസ് ഏതാവും എന്നുള്ളത് മനസ്സിലാക്കി ഏതാണോ മിസ്സായ വേർഡ് എന്നുള്ളത് കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. മൈ ഫാമിലി ഡാഷ് ഇൻ ഭോപ്പാൽ ഫോർ 5 years നൗ. 5 വർഷമായിട്ട് ഇപ്പോഴും എന്താണ് അവർ ഭോപ്പാലിൽ തന്നെ സെറ്റിലാണ്. 5 വർഷമായിട്ട് ഭോപ്പാലിൽ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ വരിക? ഹാസ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോം എന്നുള്ള ഫോർമാറ്റ് കൊടുക്കണം. ഹാസ് ബീൻ ലിവിങ് ഇൻ ഭോപ്പാൽ ഫോർ 5 years നൗ. ഇപ്പോഴും അവിടെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കറക്റ്റ് ആൻസറായിട്ട് വരിക. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഏകദേശം ഐഡിയ കിട്ടും. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ, ഇപ്പോഴും അവിടെ തന്നെയാണല്ലോ എന്ന് നോക്കുമ്പോൾ വെർബിൻ്റെ ING ഫോം ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു കണക്ഷനിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. then അടുത്തത് ദ വിൻഡ് ഡാഷ് ഹെവിലി യെസ്റ്റർഡേ. യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഹിൻ്റാണ് തരുന്നത്. കഴിഞ്ഞു പോയ കാര്യമാണ്, പാസ്റ്റ് ടെൻസ് ആണ്. ഇന്നലെ നന്നായിട്ട് കാറ്റ് വീശി എന്നാണ് സെൻറ്റൻസിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ എന്തായാലും എന്ത് വരില്ല? ബ്ലോസ് വരില്ല. ബ്ലോ എന്ന് പറയുമ്പോൾ എന്താണ്? വീശുക, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും വരില്ല. ദെൻ ഹാർഡ് പ്ലസ് V3 ആണെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരികയായിരുന്നു അല്ലേ. ഹാർഡ് പ്ലസ് V2 എന്ന് പറയുമ്പോൾ ഇതും വരാൻ ചാൻസ് ഇല്ല. ദെൻ ബ്ലോൺ, വെറുതെ V3 കൊടുക്കുക എന്ന് പറയുമ്പോൾ അതും വരുന്നില്ല. അപ്പോൾ എന്താ കറക്റ്റ് ആൻസർ വരുന്നത്? ദ വിൻഡ് വാസ് ബ്ലോയിങ് ഹെവിലി യെസ്റ്റർഡേ. ഇന്നലെ ശക്തിയായിട്ട് കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കിയിട്ട് ഏറ്റവും നല്ല ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള വേർഡ് ഏതാണ്, അത് ഏതാണെന്ന് വെച്ചാൽ എഴുതാനാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഹാസ് ബീൻ ലിവിങ് ആണ്. ദെൻ സെക്കൻഡിൽ വരുന്നത് വാസ് ബ്ലോയിങ് ഹെവിലി യെസ്റ്റർഡേ എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരെണ്ണം എഴുതുക എന്നാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഓഫ് എനി 3. ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിനകത്ത് 3 എണ്ണത്തിൻ്റെ ഏതെങ്കിലും 3 എണ്ണത്തിൻ്റെ എന്താണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചെയ്യാനാണ്. അവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പ്രിപ്പോസിഷനാണ് അല്ലേ. പ്രിപ്പോസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പൊസിഷനെ കാണിക്കുന്ന രീതിയിലുള്ള വേർഡ്സ് ആണ്. അപ്പോൾ ആദ്യത്തത് വി ഷുഡ് ലിവ് ഡാഷ് അവർ മീൻസ്. വി ഷുഡ് ലിവ് വിത്തിൻ അവർ മീൻസ് എന്നാണെങ്കിൽ ഈ സെൻറ്റൻസ് മീനിങ് ഫുൾ ആയി. വിത്തിൻ മേ ബി കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. ദെൻ അടുത്തത് ഐ കുഡ് നോട്ട് എഗ്രി വിത്ത് ഹിം. എനിക്ക് അവനുമായിട്ട് യോജിക്കാൻ സാധിക്കില്ല. സോ വിത്ത് എന്നുള്ള വേർഡാണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. മേലത്തെ വരിയിൽ വിത്തിൻ ആഡ് ചെയ്യണം, ഇവിടെ വിത്ത് എന്നുള്ള വേർഡ് ആഡ് ചെയ്യണം. ഹി ട്രാവൽഡ് ആൾ ഓവർ ദ വേൾഡ് അൺടിൽ ഹി വാസ് 80 years old. ആൾ ഓവർ ദ വേൾഡ്. അപ്പോൾ ഓവർ എന്നുള്ള വേർഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം, ഒരു പ്രിപ്പോസിഷൻ ആഡ് ചെയ്ത് കൊടുക്കണം. ലോകം മുഴുവനും കറങ്ങിയെന്നാണ്. അൺടിൽ ഹി വാസ് 80 years old. ഇത്രയും പ്രായമാവുന്നവരെ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ ദ ബോൾ റോൾഡ്, ഒരു ബ്ലാങ്ക് ആണ്, ദ ഹോൾ. അപ്പോൾ എന്താണ്? റോൾഡ് ഇൻ ടു ദ ഹോൾ അല്ലേ. ദ ബോൾ റോൾഡ് ഇൻ ടു ദ ഹോൾ. അവിടെ മൂവ്മെൻറ്റ് വരുന്നുണ്ടല്ലോ, ഒരു ഹോളിനകത്തേക്ക് ഉരുണ്ടുപോയി എന്നല്ലേ പറയുന്നത്. അപ്പോൾ റോൾഡ് ഇൻ ടു ദ ഹോൾ. അപ്പോൾ ഇൻ ടു എന്നുള്ള പ്രിപ്പോസിഷൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് ടെൻസും കാര്യങ്ങളൊന്നും നോക്കാനില്ല. പ്രിപ്പോസിഷൻ ഏറ്റവും നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രിപ്പോസിഷൻ ഏതാണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. 3 എണ്ണമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ദെൻ അടുത്തത് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് എനി 2 sentences ഗിവൺ ബിലോ. ഇവിടെ കുറേ സെൻറ്റൻസുകൾ, ഒരു 4 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 2 എണ്ണം ഏത് തരം സെൻറ്റൻസ് ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സെൻറ്റൻസ് ഏതൊക്കെ ടൈപ്പ് വരുന്നുണ്ട്? സിമ്പിൾ സെൻറ്റൻസ് വരുന്നുണ്ട്, കോംപ്ലക്സ് സെൻറ്റൻസ് വരുന്നുണ്ട്, കോമ്പൗണ്ട് സെൻറ്റൻസ് വരുന്നുണ്ട്. സിമ്പിൾ സെൻറ്റൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ് അല്ലേ. ഒരു സബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു വെർബൊക്കെ അതിനകത്ത് കാണുള്ളൂ. അധികം എന്താണ് കൂടുതൽ വെർബൊന്നും കാണില്ല. അപ്പോൾ സിമ്പിൾ സെൻറ്റൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമായിട്ട് വരുന്നത്. പിന്നെ എന്താണ്?
കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ സെൻറ്റൻസിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പാർട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്താണ് കംപ്ലീറ്റ് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇതായിട്ട് നിലനിൽക്കുകയും ചെയ്യും. എന്നാൽ രണ്ടാമത്തെ പാർട്ടിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനും പറ്റില്ല. അങ്ങനെയുള്ള സെൻറ്റൻസുകളാണ് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സെൻറ്റൻസിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 സെൻറ്റൻസിനും എന്താണ് ഒരു ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ് ആയിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത്. സോ നോക്കി, സിദ്ധി വെന്റ് ടു ദ മാർക്കറ്റ് ആൻഡ് ബോട്ട് സം ഫ്രഷ് ഫ്രൂട്ട്സ്. അപ്പോൾ ഇതിനകത്ത് സിദ്ധിയാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. എത്ര വെർബ് വരുന്നുണ്ട്? വെന്റ് എന്ന് പറയുന്ന ഒരു വെർബും വരുന്നുണ്ട്, ബോട്ട് എന്ന് പറയുന്ന ഒരു വെർബും വരുന്നുണ്ട്. അപ്പോൾ മെജോറിറ്റി ഞാൻ പറഞ്ഞല്ലോ, സിമ്പിൾ സെൻറ്റൻസ് ആണെങ്കിൽ ഒരു വെർബ് ആയിരിക്കും സാധ്യത കൂടുതൽ. അപ്പോൾ ഇതെന്തായാലും സിമ്പിൾ അല്ല എന്നുള്ള കാര്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. പിന്നെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സിദ്ധി വെന്റ് ടു ദ മാർക്കറ്റ്, സിദ്ധി മാർക്കറ്റിൽ പോയി, ബോട്ട് സം ഫ്രഷ് ഫ്രൂട്ട്സ്, നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ 2 സെൻറ്റൻസിനും പ്രോപ്പർ ആയിട്ടുള്ളൊരു മീനിങ് അവിടെ വരുന്നുണ്ട്. സോ ഇതിനെ നമുക്കൊരു കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് വിളിക്കാൻ പറ്റും. 2 സെൻറ്റൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് 2നും ഒരു നല്ലൊരു മീനിങ് കിട്ടുന്നുണ്ട്. ദെൻ അടുത്ത സെൻറ്റൻസ് ഇതാണ്, അഭിഷേക് ലേക്ക് ദ ഷർട്ട് വിച്ച് ഹിസ് ബ്രദർ പ്രസൻറ്റഡ് ടു ഹിം. അഭിഷേക് ആണ് സബ്ജക്റ്റ് വരുന്നത്. അഭിഷേക് ലേക്ക്, ആദ്യത്തെ വേർബ് ലേക്ക് ആണ്. then ഇവിടെ പ്രസൻറ്റഡ് എന്ന് പറയുന്ന ഒരു വേർബ് ഉണ്ട്. അഭിഷേക് ലേക്ക് ദ ഷർട്ട്, ഏതോ ഷർട്ടിനെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണെങ്കിൽ ഇതിന് മീനിങ് ഉണ്ട്. ഒരു ഷർട്ട്, അഭിഷേകിന് ഒരു ഷർട്ട് ഇഷ്ടമായി. then അടുത്ത പാർട്ട് എന്താണ്, വിച്ച് ഹിസ് ബ്രദർ പ്രസൻറ്റഡ് ടു ഹിം. ഈ ഒരു ഭാഗം ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ബ്രദർ ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ, എന്ത് ഗിഫ്റ്റ് കിട്ടി അല്ലെങ്കിൽ വിച്ച്, എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളൊരു ഐഡിയ ഈ സെൻറ്റൻസിൻ്റെ തനിയെ നിൽക്കാൻ പറ്റില്ല. ആ ഒരു ഫ്രണ്ടിലെ പോർഷൻ കട്ട് ചെയ്താൽ തനിയെ നിൽക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള സെൻറ്റൻസിന് നമുക്ക് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയും. പിന്നെ അടുത്തത്, ഐ വാസ് ഇംപ്രസ്ഡ് വിത്ത് ഹെർ ലാസ്റ്റ് പെർഫോമൻസ് ഓൺ ദ സ്റ്റേജ്. നോക്കി, ഐ ഒരൊറ്റ സബ്ജക്റ്റും ഉണ്ട്, ഒരൊറ്റ വേർബും ഉണ്ട്. ഇംപ്രസ് എന്ന് പറയുന്ന ഒറ്റ വേർബും ഉണ്ട്. അപ്പോൾ എന്താ കൂടുതൽ നോക്കണ്ട അല്ലേ, ഐ വാസ് ഇംപ്രസ്ഡ് വിത്ത് ഹെർ ലാസ്റ്റ് പെർഫോമൻസ് ഓൺ ദ സ്റ്റേജ്. അപ്പോൾ അതൊരു സിമ്പിൾ സെൻറ്റൻസ് ആയിട്ടാണ് വരുന്നത്. ദെൻ ലാസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്, ദേ ടോക്ക് വിത്ത് ഹിം ഇൻ ഇംഗ്ലീഷ് ബട്ട് ഹി റിപ്ലൈസ് ഇൻ ഫ്രഞ്ച്. ദേ ടോക്ക് വിത്ത് ഹിം ഇൻ ഇംഗ്ലീഷ്, അവർ അവരോട് ഇംഗ്ലീഷിൽ സംസാരിച്ചു. ദേ സബ്ജക്റ്റ് ദേ ആയിട്ട് വരുന്നുണ്ട്. ദേ ടോക്ക് വേർബ് ടോക്കും വരുന്നുണ്ട്. ബട്ട് ഹി റിപ്ലൈസ് ഇൻ ഫ്രഞ്ച്, ഇനി എന്താണ്, അയാൾ റിപ്ലൈ, അടുത്ത വേർബാണ്, റിപ്ലൈ ചെയ്യുന്നത് ഫ്രഞ്ചിലാണ്. അപ്പോൾ 2 പാർട്ടിനും വളരെ മീനിങ് ഫുൾ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നതുകൊണ്ട് ഇതിനെ നമുക്കൊരു കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് വിളിക്കാം. അപ്പോൾ 4 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതിൽ 2 എണ്ണം ഏത് സെൻറ്റൻസ് ടൈപ്പ് ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞത്. തന്നെ അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരിക്കലും സ്കോർ നഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. WH ക്വസ്റ്റ്യൻ വേർഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ടത്. ഒരു കോൺവെർസേഷൻ പോലെ അല്ലേ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൻ്റെ ആൻസർ ഉണ്ടാവും, അതുപോലെ ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ, അങ്ങനെ ഒരു 2-3 സന്ദർഭം തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ആൻസർ വായിച്ചിട്ട് അതിനനുസരിച്ച് ഇവിടെ ക്വസ്റ്റ്യൻ ഫോം ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. എങ്ങനെയുള്ള വേർഡ്സ് യൂസ് ചെയ്യേണ്ടത്, WH ക്വസ്റ്റ്യൻ വേർഡ്സ് അല്ലേ, വാട്ട്, വെൻ, വേർ, വിച്ച്, ഹൂ, അങ്ങനെയുള്ള വേർഡ്സ്. ആ വേർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം അല്ലേ. എന്തോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡാഷ് ഈസ് യുവർ ഹോബി, ബോബ്. മൈ ഹോബി ഈസ് സ്വിമ്മിങ്. അപ്പോൾ നമ്മൾ ആൻസറിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. ആൻസർ എന്താ പറയുന്നത്, മൈ ഹോബി ഈസ് സ്വിമ്മിങ്. എൻ്റെ ഹോബി നീന്തുന്നതാണ്, അല്ലെങ്കിൽ നീന്തലാണ് എൻ്റെ ഹോബി എന്നിവിടെ മറുപടി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആലോചിക്കുക, എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, എന്താണ് നിൻ്റെ ഹോബി എന്നല്ലേ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ എന്താണ്, വാട്ട് ഈസ് യുവർ ഹോബി, എന്ത് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് വാട്ട് ഈസ് യുവർ ഹോബി, എന്താണ് നിൻ്റെ ഹോബി എന്ന് ബോബിൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു. അതിന് മറുപടിയായിട്ട് ബോബ് മറുപടി പറഞ്ഞു മൈ ഹോബി ഈസ് സ്വിമ്മിങ്, എൻ്റെ ഹോബി നീന്തലാണ്. അപ്പോൾ ഇവിടെ മിസ്സായിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് വാട്ട് എന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ അടുത്തത് 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് ഈസ് യുവർ ന്യൂ ജോബ്. എന്തോ ജോലിയെക്കുറിച്ച് എന്തോ ചോദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മറുപടി എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, ഐ എൻജോയ് ഇറ്റ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജോലിയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ചോദിച്ചിട്ട് എന്തായിരിക്കും, ജോലി എങ്ങനെയുണ്ട് അല്ലേ, നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ ചോദിക്കില്ലേ, ഹൗ ഈസ് യുവർ ന്യൂ ജോബ്, എങ്ങനെയുണ്ട് നിങ്ങളുടെ പുതിയ ജോലി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഹൗ ആഡ് ചെയ്ത് കൊടുത്താൽ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട്, ഐ എൻജോയ് ഇറ്റ്, ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുക. ദെൻ 3rd ക്വസ്റ്റ്യൻ എന്താണ്, ഡാഷ് ഡിഡ് ദ പാർട്ടി എൻഡ്.
ഇറ്റ് എൻഡഡ് ബിഫോർ 8 PM. ടൈമിനെ കുറിച്ച് അല്ലേ, എപ്പോൾ ടൈമിനെ കുറിച്ച് ചോദിച്ചാലും എന്തായിരിക്കും വരിക? സമയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ വെൻ ഡിഡ് ദ പാർട്ടി എൻഡ്, എപ്പോഴാണ് പാർട്ടി തീർന്നത് എന്ന് ചോദിക്കുമ്പോഴല്ലേ നമുക്കിങ്ങനെ പറയാൻ പറ്റൂ. 8 മണിയുടെ മുന്നേ തീർന്നു എന്ന് പറയണമെങ്കിൽ എപ്പോഴാണ് പാർട്ടി തീർന്നതെന്നായിരിക്കും ക്വസ്റ്റ്യൻ വരേണ്ടത്. അപ്പോൾ സമയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ വെൻ ഡിഡ് ദ പാർട്ടി എൻഡ്, എത്ര മണിക്ക് തീർന്നു എന്ന് ചോദിച്ചാൽ 8 മണിയുടെ മുൻപ് തീർന്നു. സോ വെൻ എന്ന് പറയുന്ന WH ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഡു യു തിങ്ക് അബൌട്ട് ദ പാർട്ടി, ഏതോ ഒരു പാർട്ടിയെ കുറിച്ചാണ്, അതിനെക്കുറിച്ച് എന്താ തോന്നുന്നതെന്നാണ്. വെൽ ഇറ്റ്സ് ഫൺ, ഐ ലൈക്ക് ദ മ്യൂസിക് ബെസ്റ്റ്, നല്ല തമാശ, നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പാർട്ടി ആയിരുന്നു, എനിക്ക് അവിടുത്തെ മ്യൂസിക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ പാർട്ടി, പാർട്ടിയെ കുറിച്ച് എന്താ തോന്നുന്നതെന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് WH ക്വസ്റ്റ്യൻ വേർഡ്സ് ആഡ് ചെയ്യുക എന്ന് പറയുന്നത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 4 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, 4 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ഏതെങ്കിലും 2 നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അടുത്തത് എന്താണ്? 18ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ വിത്ത് ദ പാസീവ് ഫോം ഓഫ് വെർബ്സ് ഇൻ എനി വൺ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ. ഇവിടെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ പാസീവ് ഫോം ഏതാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നോക്കി, സുമൻ ഡസ്റ്റ് ആൻഡ് മോപ്സ് അവർ ഹൗസ് എവറി മോർണിംഗ്. സുമൻ എന്ന് പറയുന്ന ആൾ എന്നും രാവിലെ എന്താണ് വീട് തുടച്ചടിച്ച് വൃത്തിയാക്കാറുണ്ട് എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ പാസീവ് ആക്കി പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? ഈ ഒബ്ജക്റ്റിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണ്ടേ. ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹൗസ് ആണല്ലേ. അപ്പോൾ ഹൗസ് വെച്ചിട്ടായിരിക്കും നമ്മുടെ ആ ഒരു പാസീവ് വോയിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ ഹൗസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുന്നത്. പിന്നെ എന്താണ്? എപ്പോഴും V3 ഫോം ആയിരിക്കും പാസീവ് വോയിസിൽ ഉണ്ടാവുക. ദെൻ മിക്കപ്പോഴും ബൈ എന്ന് പറയുന്ന ഒരു വേർഡ്, ബൈ ഇന്ന ആൾ, അങ്ങനെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ നോക്കി, സുമൻ ഡസ്റ്റ് ആൻഡ് മോപ്സ് അവർ ഹൗസ് എവറി മോർണിംഗ്, എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഈ സെൻറ്റൻസ് ഏത് ടെൻസാന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലേ. സിമ്പിൾ പ്രസൻ്റ് ആണ്. പിന്നെ അതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഏകദേശം ഒരു ഊഹം വെച്ചിട്ട് ഇപ്പോൾ പറഞ്ഞു ബൈ വരും. പിന്നെ അതുപോലെ തന്നെ ഈ സെൻറ്റൻസിൽ ആക്റ്റീവ് വോയിസിലുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആണ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവുന്നത്? സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഇതുണ്ടോ, ഹൗസ് എന്ന് പറയുന്നത് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. അതിങ്ങോട്ട് പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ ഈ ഹൗസ് വരും, അല്ലെങ്കിൽ സബ്ജക്റ്റ് ആയിട്ട് ഈ ഹൗസ് വരും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് നോക്കിയിട്ട് കണ്ടെത്താവുന്നതാണ്. അവർ ഹൗസ് ഈസ് ഡസ്റ്റഡ് ആൻഡ് മോപ്ഡ് എവറി മോർണിംഗ് ബൈ സുമൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്തത്, ഇതിലേതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. ദ പ്രസിഡന്റ് ഓഫ് ദ കമ്പനി ഡൊണേറ്റഡ് എ ഹാൻസം എമൗണ്ട് ടു ദ മ്യൂസിയം. ഒരു മ്യൂസിയത്തിലേക്ക് നല്ലൊരു തുക ഒരു പ്രസിഡന്റ് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറയുന്ന, ഡൊണേറ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് ആണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് സബ്ജക്റ്റ് എന്താണ്? ദ പ്രസിഡന്റ് ആണ് അവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ദെൻ എന്താണ്? ഡൊണേറ്റ് എന്നുള്ളതാണ് വേർബായിട്ട് വരുന്നത്. ദെൻ ഒബ്ജക്റ്റ് എന്താണ്? എ ഹാൻസം എമൗണ്ട്, കുറച്ച് തുക അല്ലേ. അപ്പോൾ അതാണ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇവിടെയുള്ള ഒബ്ജക്റ്റ് ഏതാണോ അത് വെച്ചിട്ടായിരിക്കണം പാസീവ് വോയിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്താണ്? എ ഹാൻസം എമൗണ്ട്, അതായിരിക്കും തുടക്കം വരിക. അപ്പോൾ തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താ നമ്മൾ നോക്കേണ്ടത്? ഏത് ടെൻസ് ആണ് ഈ തന്ന സെൻറ്റൻസ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. പ്രസിഡന്റ് സബ്ജക്ട് പ്ലസ് V2 അല്ലേ. സിമ്പിൾ പാസ്റ്റ് ആണ് സംഭവം വരുന്നത്. അപ്പോൾ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ്? വാസ് പ്ലസ് V3 ആയിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്. എ ഹാൻസം എമൗണ്ട് വാസ് ഡൊണേറ്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ദ കമ്പനി ടു ദ മ്യൂസിയം. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് B ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ സിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സെക്ഷൻ D എന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.